Hi dears, welcome to Malayali's Talks. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA മലയാളത്തിൽ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അടുക്കളയുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചരിത്രമായി എസ് ശാരദക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതകൾ ഏവ? ഉത്തരം, സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടന്നിട്ടും ഒട്ടും പരിഷ്കരിക്കപ്പെടാത്ത ഒരു ഇടമാണ് അടുക്കള. മാതൃദായ ക്രമം, ആധുനികതയുടെ കടന്നുവരവ്, സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഇവയെല്ലാം അടുക്കളയുടെ ഘടന മാറ്റിയെങ്കിലും ആന്തരികതയെ സ്പർശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, പാചകം ഒരു കലയല്ല എന്ന വാദത്തെ സ്ഥാപിക്കാൻ ശാരദക്കുട്ടി അവതരിപ്പിക്കുന്ന യുക്തികൾ എന്തെല്ലാമാണ്? ഉത്തരം, കല എന്ന് പറയുന്നത് ഒരാൾ തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പരപ്രേരണ കൂടാതെ ചെയ്യുന്ന ഒന്നാണ്. അത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയുടെ മൂഡിനനുസരിച്ചാണ് അത് പ്രധാനമായി തീരുന്നത്. എന്നാൽ നിർബന്ധപൂർവം ചെയ്യുന്നത് ഒരിക്കലും കലയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിനോടൊരു താല്പര്യം വേണം. അടുത്ത ചോദ്യം, ഓരോ അടുക്കളയും സാമൂഹിക ജീവിതത്തിൻ്റെ പ്രകടനവും സ്ഥിരീകരണവുമാണ്. ഈ പ്രസ്താവനയെ വിശദീകരിക്കുക. ഉത്തരം, ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം, സാമ്പത്തിക സ്ഥിതി, ജീവിത രീതി, ബന്ധങ്ങൾ ഇവയൊക്കെ അടുക്കളയിലൂടെ പ്രകടമായി കാണും. ജനങ്ങൾ പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്: ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്. ഹൈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത്തരം സാമ്പത്തിക സ്ഥിതി. ലോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ, അതായത് പാവപ്പെട്ടവർ എന്നുള്ള നിലയിലുള്ളവരാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും ഭക്ഷണ രീതിയും അവരുപയോഗിക്കുന്ന പാത്രങ്ങളും അവരുടെ പാചക ശൈലിയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹൈ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും വില കൂടിയ ഭക്ഷണ സാധനങ്ങളാണ് കൂടുതലായിട്ട് അവർ കഴിക്കുക. എന്നാൽ സാധാരണക്കാർ അല്ലെങ്കിൽ ഇടത്തരക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണ വിഭവങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഏത് വിഭാഗത്തിൽ പെടുന്ന ജനങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരവും സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്ക് എന്തിലൂടെ കാണാൻ പറ്റും? ഒരു അടുക്കളയിലൂടെ പ്രകടമായി കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ വേണം വിശദീകരിച്ച് എഴുതാൻ. അടുത്ത ചോദ്യം, ജാതിയും മതവും തമ്മിലുള്ള ബന്ധത്തെ നവോത്ഥാന കാലം അഭിമുഖീകരിച്ചതെങ്ങനെ? ഉത്തരം, കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതിയും ഭക്ഷണവും തമ്മിൽ ശക്തമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാർക്കൊക്കെ വ്യത്യസ്ത ഭക്ഷണ രീതികൾ, ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ, പാത്രങ്ങൾ ഇവയൊക്കെ നിശ്ചയിച്ചിരുന്നു. ചില ജാതിക്കാർ തയ്യാറാക്കിയ ഭക്ഷണം ചില ജാതിക്കാർ കഴിക്കരുത് എന്ന രീതിയിൽ ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ അടുക്കളകൾ പരിഷ്കരിക്കപ്പെടാൻ കാരണമായി തീർന്ന ഘടകങ്ങൾ ഏവ? അതിൻ്റെ ഉത്തരം വരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള സ്ത്രീകളുടെ പരിശ്രമമാണ്. അതുപോലെ പുകയില്ലാത്ത അടുപ്പുകൾ, തിളങ്ങുന്ന ടൈലുകൾ, അലങ്കാരമോടിയുള്ള സിങ്കുകൾ ഇവയെല്ലാം അടുക്കളയെ സ്വീകരണ മുറിയേക്കാൾ മനോഹരമാക്കി. പ്രധാനമായിട്ടും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ സ്ത്രീകൾ സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴും അതുപോലെ അവരുടെ കൈകളിൽ സാമ്പത്തികം വന്നു ചേർന്നപ്പോഴും അവരെന്ത് ചെയ്തു? അടുക്കളയെ കുറച്ചുകൂടി പരിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലേഖനത്തിൽ മുഴുവനായിട്ടുള്ള ആശയം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിലെ ഫുള്ളായിട്ടുള്ള സമ്മറി നന്നായി മനസ്സിലാക്കി വയ്ക്കുക. കഥ എന്താണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് എന്താണെന്ന് നന്നായി ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചിട്ട് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് എഴുതുക. അതാണ് എസ്സേക്ക് ചോദിക്കുക. അപ്പോൾ അതിൽ ഇന്ന ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അത് ആ ഒരു ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, അടുത്തത് ആധുനിക കേരളം ആരുടെ ഭാവനയാണ് എന്ന പ്രദീപൻ പാമ്പരിക്കുന്നിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ദളിത് അടിമജാതികളുടെ പരിവർത്തനത്തെ മതപരിവർത്തനമായി കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, ദളിത് അടിമജാതികളുടെ പരിവർത്തനം മതപരിവർത്തനം അല്ല എന്ന് പറയാൻ പറ്റും. കാരണം ഹിന്ദുവർണ്ണ ശാസ്ത്രത്തിന് പുറത്ത് ജീവിച്ചവരായിരുന്നു ദളിതർ, ഏറ്റവും താഴ്ന്ന വിഭാഗക്കാർ.
അവരുടെ ജീവിതം ഗോത്രാചാരപരമായിരുന്നു. അതുകൊണ്ട് മതപരിവർത്തനമല്ല, മതപ്രവേശനമായിരുന്നു. ദളിതരുടെ ഹിന്ദുമത പ്രവേശനം എന്നാണ് പറയുന്നത്. കാരണം അവർ ഈ ഒരു ജാതിപരമായ അസമത്വത്തിൽ നിന്നുള്ള ഒരു രക്ഷ നേടിയിട്ടാണ് ഈ മതപരിവർത്തനം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചരിത്രകാരന്മാരും പഠിതാക്കളും നാരായണ ഗുരുവിൽ സ്തംഭിച്ചു നിന്നതിൻ്റെ കാരണങ്ങളായി എന്തെല്ലാമാണ് പ്രദീപൻ പാമ്പിരിക്കൊന്ന് വിശദീകരിക്കുന്നത്? അടുത്ത ചോദ്യം, സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആധുനിക സങ്കല്പത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചത് ദളിതരാണ്. വിശദീകരിക്കുക. ഉത്തരം, വിദ്യ അഭ്യസിക്കാനുള്ള അധികാരം സവർണർക്കാണ് എന്നുള്ള വർണ്ണാശ്രമ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു ഇവിടത്തെ സവർണ സമുദായങ്ങൾ. എന്നാൽ മതപരിവർത്തനത്തിലൂടെ താഴ്ന്ന ജാതിക്കാരായ അവർണര് ഒരു സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആധുനിക സങ്കല്പത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാരായണ ഗുരു ഒരു തുടക്കമല്ല തുടർച്ചയാണ്. ആധുനിക കേരളം ആരുടെ ഭാവനയാണെന്ന ലേഖനത്തെ മുൻനിർത്തി ചർച്ച ചെയ്യുക. ഉത്തരം, മതപരിവർത്തന ആധുനികതയും അധിനിവേശവും തമ്മിലുള്ള ബ്രാഹ്മണാദി സവർണ സമുദായങ്ങളും തമ്മിലുള്ള നിരന്തര സംവാദത്തിലൂടെ ഈ ഒരു ദളിത് ജാതികൾ സൃഷ്ടിച്ച വ്യവഹാര മണ്ഡലമാണ് കേരളത്തെ ആധുനികവൽക്കരിച്ച്. അതായത് ദളിതർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കേരളം ആധുനികതയിലേക്ക് എത്തിയത്. അതിനൊപ്പം ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ സഹായവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഒരു തുടക്കമല്ല, അദ്ദേഹം ഒരു തുടർച്ചയാണ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രണ്ട് പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അയ്യങ്കാളിയുടെ കന്നിപ്രജാമണ്ഡലം പ്രസംഗം മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യം ഏത് എന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക, സംഘടിക്കുക, ശക്തരാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വിശദീകരിക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാട് എന്ന നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ചതിലുള്ള ചരിത്രപരമായ സാങ്കത്യം എന്ത് എന്നുള്ളൊരു ചോദ്യവും പ്രതീക്ഷിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ VT തൻ്റെ കൃതികളിലൂടെ നമ്പൂതിരിമാരെയും സാധാരണ മനുഷ്യരെ വികാരങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളവരാണെന്ന് അത് മനസ്സിലാക്കുകയും അത് ആഗ്രഹിക്കുകയും അതിലൂടെ ജാതി ആധിപത്യത്തെയും അനാചാരങ്ങളെയും വിമർശിച്ച് സാമൂഹ്യ നവോത്ഥാന ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സമ്മറി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും എസ്സേ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.